അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയമായ സ്വാഗതം. ഞാൻ സൈർ ഫൈസ് ഇരിക്കൂർ. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ മദീനയും അതുപോലെ തന്നെ മക്കയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്ര സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്ര വീഡിയോസുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് 100 അല്ലെങ്കിൽ 100-ന് മേലെ ഒരുപാട് വീഡിയോസ് നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ മദീനയിലെ മദീന റൗള ഷരീഫാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിച്ച മദീന റൗള ഷരീഫിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, അവിടെ കാണുന്ന ഓരോ വസ്തുക്കളുടെയും ഓരോന്നിൻ്റെയും ചരിത്രങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പരിശുദ്ധ മദീനയിലെ റൗള ഷരീഫ്. അതായത് പരിശുദ്ധ മദീനയിലെ മസ്ജിദ് നബവിയിൽ ചെന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധ ഹുജറത്തു ഷരീഫയാണ്. അതായത് ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്ന ആ സ്ഥലം. അപ്പോൾ ആ സ്ഥലമാണ് പിന്നെ മസ്ജിദ് നബവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ കാണുന്ന റൗള ഷരീഫാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതായത് എൻ്റെ വീട് ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തു ഷരീഫ എന്ന് പറയുന്ന ആ ഒരു വീട്, ആ വീടിൻ്റെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ച പ്രസംഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുമായിട്ട് പിന്നെ പ്രസംഗിക്കാറുണ്ടായിരുന്ന ആ മിമ്പർ, നമ്മളീ കാണുന്ന ഈ ഒരു മിമ്പർ, ആ മിമ്പറിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലം എന്താണ്, അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ്. ഭൂമിയിൽ സ്വർഗ്ഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇബാദത്ത് ചെയ്യുന്നതിൽ വലിയ പുണ്യമാണുള്ളത്, വലിയ പ്രതിഫലമാണുള്ളത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബികളുടെയും അതുപോലെ സലഫ് സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയൊക്കെ സ്പർശനമേറ്റ ഈ ഒരു സ്ഥലത്ത് പ്രവേശിക്കാൻ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചൊരു പാസിൻ്റെയോ യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നീട് മദീന സന്ദർശകരുടെ ആധിക്യം കാരണം സൗദി ഗവൺമെൻറ് പിന്നീട് പ്രഖ്യാപിച്ചതാണ് മദീന റൗള ഷരീഫിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകം പാസ് വേണം. എന്നാൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുകയുണ്ടായി, ഒരാൾക്ക് ഒരു വർഷത്തിൽ മദീന റൗള ഷരീഫിലേക്ക് ഒരു തവണ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും പുണ്യമേറിയ സ്ഥലത്ത് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുന്നത് കാരണം സൗദി ഗവൺമെൻറ് പ്രഖ്യാപിച്ച നടപടികളാണ്, നിയമങ്ങളാണ് ഇതൊക്കെ. പരിശുദ്ധ മദീന റൗള ഷരീഫിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന മിഹ്റാബ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം, ആ നിസ്കരിച്ച സ്ഥലത്ത് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു മനോഹരമായ മിഹ്റാബാണ് ഈ കാണുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മസ്ജിദ് നബവി എന്ന് പറയുന്ന ആ ഒരു പള്ളി ഈന്തപ്പന ഓലകൾ കൊണ്ടും അതുപോലെ തന്നെ ഈന്തപ്പന തടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ചതാണല്ലോ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് മദീനയിലെ മസ്ജിദ് നബവിക്കും അതുപോലെ തന്നെ മദീനയിലൊക്കെ ഒരുപാട് നിർമ്മാണങ്ങളും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് സ്വഹാബികളുടെ സ്മരണാർത്ഥം ധാരാളം പള്ളികളൊക്കെ നിർമ്മിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു മിഹ്റാബ് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അതിനുശേഷം വന്ന ധാരാളം ഭരണാധികാരികൾ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മനോഹാരിത വരുത്തുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറമെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 3 ഖുലഫാ റാഷിദുകളും നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് നിസ്കരിച്ച സ്ഥലം ഈ ഒരു സ്ഥലമാണ്. ഈ ഒരു മിഹ്റാബിൻ്റെ മുകളിലായിട്ട് ഹാദാ മുസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണെന്ന് എഴുതി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു മിഹ്റാബിൻ്റെ പുറമെ മസ്ജിദ് നബവിയിൽ 2 മിഹ്റാബ് വേറെയും കാണാം. ഒന്ന് ഹിജ്റ 860 സുൽത്താൻ സുലൈമാൻ സലീം ഖാൻ ഉണ്ടാക്കിയ ഒരു മിഹ്റാബാണ്. അതുപോലെ തന്നെ രണ്ടാമത് ഇന്ന് മസ്ജിദ് നബവിയിൽ ഇമാമികൾ നിൽക്കുന്ന ഒരു മിഹ്റാബാണ്. അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച സ്ഥലമായിരുന്നു. പിന്നീടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സ്ഥിരം മിഹ്റാബാക്കിയിട്ട് മാറ്റുന്നത്. പരിശുദ്ധ മദീന റൗള ഷരീഫിൽ പ്രവേശിച്ചാൽ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുമായിട്ട് നമുക്ക് നടത്തിയിരുന്ന, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചകളിൽ പ്രഭാഷണം നടത്തിയിരുന്ന, ഖുതുബ നടത്തിയിരുന്ന മിമ്പർ, ആ ഒരു മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ആ ഒരു മിമ്പറാണ് ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള മിമ്പർ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഖുതുബ ഓതിയിരുന്നത് ഒരു ഈന്തപ്പന മരത്തിൻ്റെ മേലെ വെച്ചായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുതിയൊരു മിമ്പർ പണിയപ്പെട്ടു. അങ്ങനെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിൻ്റെ മേലെ വെച്ചിട്ട് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഒരു അത്ഭുതം നടന്നതായിട്ട് സ്വഹീഹായ ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. അതായത് പുതിയ മിമ്പർ ഉണ്ടാക്കിയിട്ട് പഴയ ആ ഒരു ഈന്തപ്പൻ തടിയുടെ അടുത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിൻ്റെ മേൽ കയറിയിട്ട് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ പഴയ ഈന്തപ്പന തടി വല്ലാട് തേങ്ങി കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. ആരാണ് കരയുന്നതെന്ന് ആദ്യം സ്വഹാബത്തിന് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്ന ആ ഒരു പുതിയ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഈന്തപ്പൻ തടിയെ തലോടി അതുപോലെ തന്നെ നബി തങ്ങൾ മാറോട് അണച്ചു പിടിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് സ്വഹാബത്തിന് മനസ്സിലായത്
കരഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ട് കരഞ്ഞ ആ ഒരു ഈന്തപ്പന തടിയാണെന്ന് സ്വഹാബികൾക്ക് മനസ്സിലായത്. അപ്പോൾ ഈന്തപ്പന തടിയുടെ കരച്ചിൽ കേട്ട് സ്വഹാബത്ത് ഒന്നടങ്കം കരയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഈന്തപ്പന തടിയോട് സംസാരിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഈന്തപ്പന തടിയോട് പറയുകയാണ്, ഒന്നുകിൽ നിന്നെ ഇലയും അതുപോലെ തന്നെ ഇലയൊക്കെയുള്ള നല്ലൊരു സസ്യമായിട്ടൊരു പൂർവ്വസ്ഥിതിയിലേക്ക് ഞാൻ മാറ്റിത്തരാം, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ ചെടിയായിട്ട് നിന്നെ മാറ്റാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എന്നും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധിക്കാത്ത സ്വർഗ്ഗത്തിലാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഈന്തപ്പനത്തടി സ്വർഗ്ഗത്തിലെ ചെടിയായിട്ട് മാറാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും അതുപോലെ തന്നെ കരച്ചിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇതൊന്നും ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരങ്ങൾ സംസാരിച്ച സ്വഹീഹായ ഹദീസുകൾ, അതുപോലെ തന്നെ മേഘ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലിട്ടുകൊടുത്ത ഒരുപാട് സംഭവങ്ങൾക്ക് ഹദീസിലൂടെ സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ ഒരുപാട് കേട്ടവരാണ്. ഈ ഒരു പഴയ മെമ്പറാകുന്ന ഒരു ഈന്തപ്പന തടിയെ പുതിയ മെമ്പറിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ താഴെ മറവ് ചെയ്യുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണിത് കൊടുത്ത ആ ഒരു പുതിയ മെമ്പറിന് 3 സ്റ്റെപ്പാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു അദബ് കൊണ്ട് ആ ഒരു ആദരവ് കൊണ്ട് 2ാമത്തെ സ്റ്റെപ്പിൽ വെച്ചായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത്. അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുമുള്ള ആദരവിനാൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ വെച്ചായിരുന്നു ഖുതുബ നിർവഹിച്ചത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈ ഒരു 3 പേരോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ 3 പേരോടുമുള്ള ആദരവ് കൊണ്ട് ആ ഒരു അദബ് കൊണ്ട് ഏറ്റവും താഴെ വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈ ഒരു മിമ്പറിനെ വലുതാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വന്ന പല ഭരണാധികാരികളും പല രാജാക്കന്മാരും ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു മിമ്പറിനെ പല രൂപത്തിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, ഒരുപാട് മനോഹാരിത വരുത്തുന്നുണ്ട്. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന മിമ്പറാണ് പരിശുദ്ധ മദീനയിലെ മസ്ജിദുൽ ഖുബയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അങ്ങനെ പിന്നെ സുൽത്താൻ മുറാദ് ഖാൻ്റെ ഭരണകാലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള മിമ്പർ പണിയുന്നത്. പരിശുദ്ധ മദീന റൗള ഷരീഫിൽ പ്രവേശിച്ചാൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഒരുപാട് തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ആ തൂണുകൾക്ക് പിന്നിലൊക്കെ വലിയ ചരിത്രങ്ങളുണ്ട്. ഓരോ തൂണിൻ്റെ മേലെയും ആ തൂണിൻ്റെ പേരും പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തായിട്ട് എഴുതിയായിട്ട് കാണാൻ സാധിക്കും. ഉസ്തുവാൻ ആയിഷ, അതുപോലെ തന്നെ ഉസ്തുവാൻ സരീർ, ഉസ്തുവാൻ തൗബ തുടങ്ങി ഒരുപാട് തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ തൂണുകളുടെയൊക്കെ ചരിത്രങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരു തൂണാണ് ഉസ്തുവാൻ വുഫൂദ് എന്ന് പറയുന്ന തൂണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരി നിന്നിരുന്ന തൂണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരുന്നവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധ ഖബർ ഷരീഫിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ തൂണുകളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പരിശുദ്ധ മദീന റൗള ഷരീഫിൻ്റെ വിഷയം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫുള്ള ആ ഒരു ഹുജറത്തുൽ ഷരീഫയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖബറുള്ള ഹുജറത്തുൽ ഷരീഫയെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മദീനയിൽ ചെല്ലാനും അതുപോലെ തന്നെ പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാനും റൗള ഷരീഫിൽ വെച്ച് ഒരുപാട് പ്രാവശ്യം ദിക്ർ ചെല്ലാനും അള്ളാഹുവിനെ സ്മരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മദീനയിലെയും അതുപോലെ തന്നെ മക്കയിലേക്ക് ഒരുപാട് ഇസ്ലാമിക ചരിത്ര സാക്ഷ്യങ്ങൾ നേരിട്ട് കാണാനും അതിലൂടെ പരിശുദ്ധമായ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.